Hey love, so welcome to my YouTube channel. ഇത് ലവ് ആൻഡ് ഗ്രോവിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള യൂട്യൂബ് ചാനലാണ്. ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. കുറച്ച് നാളെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല എന്നാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. കുറച്ച് നാളായി, പക്ഷേ ഞാൻ അപ്പോൾ പ്രോപ്പറായി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ നടന്നില്ല. പിന്നെ അന്ന് എന്താ പറയുക, ഫേസ്ലെസ് കണ്ടൻറ് ക്രിയേറ്ററായിട്ട് നിന്നിരുന്നത്. അതുകൊണ്ട് പിന്നെ ഫോക്കസ് കിട്ടും അതിൻ്റെ കാര്യത്തിൽ. ആൻഡ് സോ വിട്ടുപോയി. എൻ്റെ പേര് അഞ്ജു ചാക്കോ. ഞാൻ 24 വയസ്സാണ്. വീട് ഇരിഞ്ഞാലക്കുട, തൃശ്ശൂരാണ്. ആൻഡ് ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെ പറയണം എന്നുള്ളത്. ഞാൻ ഇത്തിരി നെർവസാണ്, പക്ഷെ കുഴപ്പമില്ല. ഇതെൻ്റെ 3rd ടേക്കാണ് കേട്ടോ. ആദ്യത്തെ കൊള്ളില്ല, മോശമാണ്. പിന്നെ കോൾഡ് ആയതുകൊണ്ട് സൗണ്ടൊക്കെ കറക്റ്റ് ആയിട്ടിരിക്കുകയാണ്. സോ എൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. പിന്നെ യൂട്യൂബ് ചാനൽ കൂടുതലും ഇടുന്നത് ചിലപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ എൻ്റെ സ്കിൻ കെയർ, ഹെയർ കെയർ റൂട്ടീൻ. പിന്നെ ഞാൻ ഇതൊക്കെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ട്രെൻഡിനോട് മാച്ചായ സാധനങ്ങളൊന്നും ആയിരിക്കില്ല, ട്രെൻഡി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ഒരു സ്ലോ ലേണറാണ്. അപ്പോൾ കുറേ പ്രോഡക്റ്റ്സ് വാരിക്കോരി ഉപയോഗിക്കുന്നുമില്ല. അപ്പോൾ പതുക്കെ എല്ലാ മാസവും നമുക്ക് പ്രോഡക്റ്റ്സ് ഒരു 3-4 വാങ്ങും. ആൻഡ് അതിലത്തെ കുറച്ചൊക്കെ തീർന്നു പോവുകയും ചെയ്യും. സോ ഞാനതെല്ലാതും ടെസ്റ്റ് ഔട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോ അതാണ് ഈ മെയിനായിട്ട് ചാനലിലുള്ളത്. ആൻഡ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ പേഴ്സണൽ കെയർ ആണല്ലോ. അപ്പോൾ ഇതെൻ്റെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്തു, എന്നൊക്കെ എങ്ങനെ ചേഞ്ച് വരുത്തി, ഇതൊക്കെയാണ്. അതൊക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്കൗണ്ടല്ല, ചാനൽ. സോ എന്താണ് പ്ലാൻ? സൗണ്ട് കുത്തിക്കയറുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ എൻ്റെ പ്ലാൻസ് എന്താ പറയുക, എനിക്ക് അറിയില്ല ഞാൻ എങ്ങനെയായിരിക്കും യൂട്യൂബ് വീഡിയോസ് ഇടുന്നത്. വീക്ക്ലി ആണോ അതോ പേഴ്സണൽ ലൈക്ക് വ്ളോഗ് പോലുള്ള ടൈപ്പാണോ എനിക്കറിയില്ല. ആൻഡ് നമുക്ക് നോക്കാം എങ്ങനത്തെ വീഡിയോസൊക്കെ ഇടണമെന്നൊക്കെ നമുക്ക് നോക്കാം. ആൻഡ് ഇത് ഫസ്റ്റ് വീഡിയോ ആണല്ലോ, നമുക്ക് ഡോണ്ട് റഷ്. സോ യു ക്യാൻ ട്രൈ ഇറ്റ്. ലൈക്ക് നമുക്ക് നോക്കാം ഏതൊക്കെ മെത്തേഡ്സ് ഉണ്ടെന്ന്, എന്തൊക്കെ കണ്ടന്റ് ഇടാൻ പറ്റുന്നുള്ളത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. പിന്നെ എനിക്ക് വേറൊന്നും, ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എനിക്ക് വേറെ എന്തൊക്കെ ഡിസ്കസ് ചെയ്യണമെന്ന കാര്യം എനിക്കറിയില്ല. സോ ഇത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഞാനൊരു അൺബോക്സിങ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാൻ എന്തൊക്കെയാണ് ഈ മാസം വാങ്ങിയത് കാണിച്ചു തരാം. സോ ഞാൻ ആസ് യൂഷ്വൽ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തതുകൊണ്ട്, കാരണം എനിക്കൊന്നിനും കുറച്ചും കൂടി സാധനങ്ങൾക്ക് റേറ്റ് കുറവുള്ളത് ആമസോണിലൊക്കെയാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറ്. സോ ഞാൻ അതിന് വാങ്ങി. ഇത് എങ്ങനെയാണെന്ന് അറിയില്ല, ലെറ്റ്സ് സീ. നിങ്ങൾ ആമസോണിലാണ് വാങ്ങുന്നത് അത് നൈക്കിയിൽ നിന്നാണ്? എങ്ങനെയാണ് വാങ്ങണമെന്ന് പറയണേ. ഞാൻ പൊതുവെ ആമസോണിൽ നിന്നാണ് വാങ്ങാറ്. കാരണം നൈക്കി പർപ്പിളൊക്കെ ആണെങ്കിലും അതിൻ്റെ റേറ്റ് ഇപ്പോൾ ഒരുപാട് വ്യത്യാസം കാണാറുണ്ട്. അതുകൊണ്ട് ആമസോണിൽ വാങ്ങാറ്. സോ ആദ്യം എടുത്തത് ഫിക്സ്റ്റർമയുടെ മോയ്സ്ചറൈസറാണ്. അത് ഓയിലി സ്കിന്നിലുള്ള ആൾക്കാർക്ക് നല്ലതാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ഓക്കെ, ഞാൻ റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് റീക്വൽ ഞാൻ ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ല. റീക്വൽ കേട്ടിട്ടുണ്ട് ഒരുപാട് പ്രൊഡക്ട്സ്, പക്ഷേ ഇതുവരെയായിട്ടും ഉപയോഗിച്ചിട്ടില്ല. സോ ഫസ്റ്റ് ടൈമാണ് റീക്വലിൻ്റെ. സോ ഇതിൻ്റെ റെറ്റിനോളാണ്. ഇപ്പോൾ എനിക്ക് 24 വയസ്സുണ്ട്. ആൻഡ് എനിക്ക് കുറച്ച് പിഗ്മെൻറ്റേഷൻസ് ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ പോൾസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണിത്. ഡീകൺസ്ട്രക്റ്റിന് സൺസ്ക്രീൻ വേണത്. ഇത് ഒരുപാട് റിവ്യൂസ് കണ്ടിരുന്നു. ഒരു SPF 55 ആണ്. 50 ആണ് സാധാരണ ഉപയോഗിക്കാറ്. പിന്നെ ഇതാണെങ്കിൽ എന്താ പറയുക, വാട്ടർ റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പറയാം, പക്ഷേ ഓയിലി എന്ന് പറയണം മെയിനായിട്ട്. എനിക്ക് ഇവരുടെ പ്രൊഡക്ട്സ് സോഫർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണത്.
ലൈറ്റ് വെയ്റ്റ് ജെല്ലാണ്. സോ ഇത്. ആൻഡ് ലാസ്റ്റ്ലി വിഷ്കെയറിൻ്റെ സൺസ്ക്രീൻ ബോഡി ലോഷൻ. ഇത് ഞാൻ പറയുകയാണെങ്കിൽ ആക്ച്വലി അത് മൂന്നാമത്തെ ബോട്ടിലുണ്ട് ഇതിൻ്റെ. ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഇപ്പോൾ എൻ്റെ സ്കിൻ ടോൺ വെച്ചാൽ മീഡിയമാണ്, മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോണാണിത്. എൻ്റെ സ്കിൻ ടോണിനും ബ്ലെൻഡിൻ ചെയ്യുന്നതും ക്വിക്ക്ലി അബ്സോർബ് ചെയ്യുന്ന സൺസ്ക്രീൻ ഇതാണ്. ഞാൻ ഇത് തേർഡ് ബോട്ടിലാണ്. എൻ്റെ മുമ്പത്തെ ബോട്ടിൽ ഏകദേശം ഞാൻ തേമ്പി എടുക്കണം, അതിനും പൊളിക്കാൻ പോവാണ്. ആൻഡ് നിങ്ങൾക്ക് ഉപയോഗിച്ചത് കാണാൻ പറ്റുന്നതേയില്ല, ഇവിടെയൊക്കെ അഴുക്കായിട്ടുണ്ട് ഉപയോഗിച്ച്. സോ യാ. പിന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതിനൊരു കൂടെ ഒരു ക്യാപ്പ് ഉണ്ട് ഇവിടെ, ആ കളയരുത്. കാരണം നമ്മൾ അറിയാണ്ട് ഇത് പ്രസ്സായി പോയാൽ ലോഷൻ പുറത്തേക്ക് വരും, ലോഷൻ പുറത്തേക്ക് ലീക്ക് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഈ ക്യാപ്പ് ഉണ്ടെങ്കിൽ എല്ലാവരും സൂക്ഷിച്ച് വെച്ചോളൂ കേട്ടോ. കാരണം ഇതിന് മാത്രമല്ല, വേറെ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അതിനും കൂടി ഉപയോഗിക്കാം. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് ടൈം നമുക്ക് വേറെ കുറേ ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്ട്സ് എങ്കിലും ട്രൈ ചെയ്യാം. സോ അൻറ്റിൽ ദെൻ.